നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുകയും അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭ്യമാവാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാർത്താകോളങ്ങളിൽ നിറഞ്ഞതാണ്. ഒരുപാട് ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണം അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. സർക്കാരിനെ ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുക്കേണ്ട ഇതിന്, അതായത് ആ പുള്ളിയുടെ മൊഴി, അതായത് വോയിസ് ക്ലിപ്പ് മരണമൊഴിയായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കേണ്ട വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം താൻ 6 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് പക്ഷേ തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കില്ല, ഒരു നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അദ്ദേഹം തന്റെ സുഹൃത്തിന് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സഹി കെട്ടിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ചെറിയ അസുഖത്തിനല്ല വന്നത്, തുടർന്നാണ് വരുന്നത്. അപ്പൊ ആൻജിയോഗ്രാം എത്രയും പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. സാധാരണ നമ്മൾ ആശുപത്രികളിൽ പോകുമ്പോഴത്തേനും ആദ്യം നെഞ്ചുവേനയൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആൻജിയോഗ്രാം എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലും ചെയ്യാതെ അദ്ദേഹത്തെ വെറുതെ ഇട്ടിരിക്കുകയാണ്. വേണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 ദിവസമല്ല, 6 ദിവസമായി. അതെ, 6 ദിവസമായിട്ട്. കാരണം പന്മന സ്വദേശിയാണ്, ഓട്ടോ ഡ്രൈവറാണ് പുള്ളി. അപ്പം ആദ്യം പുള്ളി മറ്റൊരു ആശുപത്രിയിൽ പോയി, അവിടെ നിന്ന് വേറൊരു ആശുപത്രിയിലോട്ട് റെഫർ ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ കോളേജിലോട്ട് അവർ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ഗുരുതരമായിട്ടുള്ള കേസ് തന്നെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ വന്നിട്ട് പോലും ഇതിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ വീഴ്ച തന്നെയാണ്. ആശുപത്രി അധികൃതരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും വീഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്കങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ ഹൃദയ ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു അസുഖമായിരുന്നില്ല. ഒരിക്കലും. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു കർണാടക നടനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് പെട്ടെന്നുണ്ടായൊരു ഹൃദയസ്തംഭനം മൂലമാണ് അദ്ദേഹം മരിക്കുന്നത്. ഓർത്ത് നോക്കണം. അപ്പം അത്രയ്ക്കും ഇതേ സെയിം അവസ്ഥ തന്നെ പലപ്പോഴും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരും അതിന് കാര്യമായിട്ടുള്ള ഗൗരവം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. 6 ദിവസമായിട്ട് പോലും ഒരാൾക്ക് മതിയായിട്ടുള്ള ചികിത്സ നൽകിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച. നമുക്കൊരു 1-2 മണിക്കൂറോ മാക്സിമം ഒരു 5 മണിക്കൂറെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഓക്കെ ക്ഷമിക്കാം, തിരക്കാണ് എന്നെങ്കിലും പറഞ്ഞ് നമുക്ക് വേണേൽ അതിനെ ക്ഷമിച്ചു വിടാം. പക്ഷെ ഇതതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, തന്റെ സുഹൃത്തിന് വോയിസ് നോട്ട് അയക്കുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ ഇവരാണ് ഉത്തരവാദി. ഞാൻ 6 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് പക്ഷെ എനിക്ക് ചികിത്സ ലഭിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ല, എന്നെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ, എൻ്റെ ആരോഗ്യത്തെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ പിന്നീട് പോലും അതിന് പ്രതികരിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ആ വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആരോപിക്കുന്നത് ഇതുപോലെ കൈക്കൂലി വാങ്ങുന്നവരുടെ ഇത് കൈക്കൂലിയുടെ ഇടമാണെന്നൊക്കെയാണ്. എത്ര ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് പുള്ളി അവിടെ പറയുന്നതെന്ന് ഓർത്തോണം. കാരണം ഒരു ആശുപത്രിയിൽ ചെന്നും സർക്കാർ മെഡിക്കൽ കോളേജ് ചെന്നിട്ട് എല്ലാവരുടെയും പാവപ്പെട്ട ആളുകളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. കാരണം ഇത്തരം ചികിത്സകൾക്ക് പുറത്തെ ആശുപത്രികൾ വലിയ രീതിയിലുള്ള പൈസ ഈടാക്കുന്നുണ്ട്. അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളാണ്. അപ്പൊ അവരോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടുന്നാണ് മതിയായത്? അതെ, അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ കൈക്കൂലി മേടിക്കുക, പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ കൈക്കൂലി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയൊരു കുറ്റകൃത്യം വേറെ ഇല്ല. അത് തീർച്ചയായിട്ടും കൊലപാതകത്തിന് തുല്യമായ കുറ്റകൃത്യം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നോർത്ത് നോക്കുക, നമ്മൾ ആശുപത്രികളിൽ ചെല്ലുന്നത് തീർച്ചയായിട്ടും ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതിന് പൈസ കൊടുക്കേണ്ടി വരും, പേ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. സാധാരണ സർക്കാർ മെഡിക്കൽ കോളേജിലെ ആളുകൾ ആശ്രയിക്കുന്നതിന്റെ പ്രധാന കാരണം പൈസ കുറവാണ്, അല്ലെങ്കിൽ സൗജന്യ ചികിത്സയാണെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സർക്കാരുകൾ ആശുപത്രികൾ ഉണ്ടാക്കുന്നത് തന്നെ. ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയല്ല. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പണം മേടിക്കുക അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചിട്ട് ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യം എപ്പോഴും ഉണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വല്ല സ്വകാര്യ ആശുപത്രിയിലോട്ട് പോയാൽ പോരെ. ഇത്ര കാത്തു കിട്ടാൻ ആവശ്യമില്ല. ഇതിൽ നല്ല ചികിത്സകളും കിട്ടും, നല്ല പരിചരണവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അത് പോകാതെ ഇവിടെ ആശുപത്രി വന്നപ്പോഴത്തേനും പുള്ളിയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു
ക്രൂരത തന്നെയാണ് ചെയ്തത്. അതിൽ തീർച്ചയായിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചേ മതിയാത്തുള്ളൂ. ഇത് ഒരു പക്ഷേ മതിയായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചിലപ്പോൾ ജീവൻ തീർച്ചയായിട്ടും നഷ്ടമാവില്ലായിരുന്നേനെ. അതെ അതെ, കാരണം അങ്ങനെയാണല്ലോ. കേരളത്തിലെ ആരോഗ്യരംഗം ഒട്ടും മോശമല്ല. ഇവിടുത്തെ ഡോക്ടർമാരോ നഴ്സുമാരോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരൊന്നും മോശക്കാരല്ല. അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാവുന്ന നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ അറിയാവുന്നവർ തന്നെയാണ്. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 6 ദിവസമായിട്ടും അയാൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കേരളത്തിന്റെ മുന്നിൽ വെച്ചേ മതിയാവും. അത് ആരോഗ്യമന്ത്രി തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇറങ്ങി തിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവർ ഇതിനെ വിശദീകരിച്ച് ന്യായീകരിച്ച് മെഴുകുകയല്ല വേണ്ടത്. ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ പകലോ എപ്പോഴെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാധാരണ യൂഷ്വലി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആരോഗ്യമന്ത്രി പറയാൻ പോവുക. അതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നെന്ന് തോന്നുന്നു. കാരണം അവർ പറയുന്നത് അത്ര ഗുരുതരമായിരുന്നില്ല അസുഖം, പിന്നീടാണ് ഹാർട്ട് ഫെയിലിയർ സംഭവിച്ചതെന്നാണ്. പിന്നീട് തലേ ദിവസം ഹാർട്ട് ഫെയിലിയർ, ഇത്തരം ന്യായീകരണങ്ങൾക്ക് തന്നെയായിരിക്കും തീർച്ചയായിട്ടും മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. ഗുരുതരമാണോ അല്ലയോ എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? അതെ, തീർച്ചയായിട്ടും ഇത് നോക്കിയാൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണല്ലോ അറിയത്തുള്ളൂ ഇത് എത്രത്തോളം നിസ്സാരമാണ് അല്ലെങ്കിൽ എത്രത്തോളം സാരമായിട്ടുള്ളതാണ് എന്നൊക്കെ. ആ ഒരു ടെസ്റ്റ് ചെയ്താലല്ലേ അറിയത്തുള്ളൂ. ഈ പറയുന്ന ആള് മരിച്ച ആള് വേണമെന്ന് പറയുന്ന മനുഷ്യൻ, എനിക്ക് അദ്ദേഹം ആശുപത്രിയിൽ വന്നപ്പം ചെറിയൊരു നെഞ്ചുവേദനയായിട്ട് വന്നു. എന്നാ പിന്നെ ഇവരെന്നെ നോക്കുന്നില്ല, എന്നാ പിന്നെ ഞാനങ്ങ് മരിച്ചു കളഞ്ഞേക്കാന്ന് വെച്ചാൽ പുള്ളി സ്വയം ഹാർട്ട് നിർത്തി മരിച്ചതല്ലോ. പുള്ളിക്ക് കൃത്യമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. പുള്ളിക്കറിയാം തനിക്ക് എന്താണ് അസുഖം എന്നുള്ളത്, എനിക്ക് തനിക്ക് പ്രശ്നം ഗുരുതരമാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പുള്ളിക്ക് ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി പലപ്പോഴായിട്ട് തന്റെ ആരോഗ്യ വിവരത്തെ പറ്റി അവരോട് ചോദിച്ചത്. അതിന് ഉത്തരം പോലും നൽകാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം. നെഞ്ചുവേദന വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട ഒരു അസുഖമാണ്. കാരണം ഒരാളുടെ ഹാർട്ട് ഗ്യാസ് കെട്ടിട്ട് വന്നാൽ പോലും അത് കൃത്യമായിട്ടുള്ള പരിശോധന. അതെ, അതാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തമായിരുന്നു. പിന്നെ പറയുന്നത് ഈ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞ് റൗണ്ട്സിന് വന്നപ്പോൾ പോലും ഇദ്ദേഹത്തെ മതിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തില്ല എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ സുഹൃത്തിനോട് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു സംഭവം വെച്ചാല് ഓർത്ത് നോക്കണം, അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് കൃത്യമായിട്ടുള്ള മറ്റാശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം അതോടെ പറഞ്ഞിട്ടുണ്ടാവണം, എന്നെ ഇവിടെ നിന്നാണ് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുന്ന തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം. അതിന്റെ ഗൗരവവും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ദൃശ്യോട് പറയാനേ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇന്ന പോലെ പ്രശ്നമുണ്ട്, കാരണം ആശുപത്രിയിൽ എമർജൻസി ആയിട്ട് ചെയ്യണം ആ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതെ. അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് മറ്റൊരാളെ എന്റെ പ്രശ്നങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റൂ. കാരണം നമ്മളാരും മെഡിക്കലി രംഗത്ത് ഉള്ളതല്ല. എനിക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ എനിക്ക് നെഞ്ചിന് വേദനയാണ്, ഇവിടെയാണ് വേദന പറയാൻ പറ്റുള്ളൂ. അത് മറ്റു വശങ്ങളൊക്കെ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്, അതായത് ഡോക്ടർമാരാണ്. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൊലപാതക കുറ്റം തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീഴ്ച സമ്മതിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇല്ല, ഒരു സാധ്യതയില്ല. കാരണം ഇതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങളായിരിക്കും. അതെ, കൂടിപ്പോയ ഇനി സംഭവിക്കുന്ന പുള്ളിക്ക് ചിലപ്പോൾ ഒരു വീട് വെച്ച് കൊടുത്തേക്കാം, പുള്ളിയുടെ കുടുംബങ്ങളുടെ ഫീസ് കുട്ടികളുടെ ഫീസ് അടച്ചേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതൊക്കെ തന്നെയാണ് ഇനി സംഭവിക്കുന്നത്. അതായത് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കാണാം, ഇതുപോലുള്ള ഈ പരിപാടികൾ നമുക്കിനി കാണാം. ഓട്ടോ ഡ്രൈവർ ആണെന്നാണ് പറയുന്നത്. ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. അതായത് ജനങ്ങളുടെ കണ്ണിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, രക്ഷപ്പെടുക, അതിൽ നിന്ന് രക്ഷപ്പെടുക, അതിന് ശ്രദ്ധ മാറ്റി വിടുക, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു വോയിസ് നോട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പുള്ളി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നീതി ലഭിക്കണം. അതെ, നീതി ലഭിക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ്. അത് കിട്ടിയേ മതിയാവും. അല്ലാത്ത പക്ഷം കേരളത്തിലെ ജനങ്ങൾ അത് മറന്നുകൂടാ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ നാളെ ഇതേ അവസ്ഥയോടുകൂടി തന്നെ ഇതേ ആശുപത്രിയിലോട്ടൊക്കെ തന്നെ കയറി ചെല്ലേണ്ടവരാണ്. അതിപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും രോഗികളെ ചികിത്സിക്കേണ്ടതിനൊരു മാനദണ്ഡങ്ങളുണ്ട്. അത് തനിക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് പരിശോധിക്കേണ്ട ആദ്യഘട്ടം. ഒരു ദിവസമൊക്കെ നമുക്ക് അതെ, അതാണ് ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് 5-6 മണിക്കൂറാണ് ഇത്തരത്തിൽ ഡിലേ ആകുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പറയാം, തിരക്കുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റ് ഒരുപാട് രോഗികൾ വന്നുകൊണ്ടാണ്, നമുക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും നിർത്താം. ഇത് അതുപോലും ഇല്ലാതെ 6 ദിവസം ഒരാളെ ഒരേ അവസ്ഥയിൽ ഇട്ടുകൊണ്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് അതിന് അവരുടെ ഉത്തരവാദി പ്രശ്നം ആ തന്നെയാണ്, മെഡിക്കൽ കോളേജ് തന്നെയാണ്. അധികൃതർ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് കൃത്യമായിട്ട് കൊലപാതക കുറ്റത്തിന് തന്നെയാണ് ഇത് കേസെടുക്കേണ്ടത്. അതിപ്പം 6 ദിവസവും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരൊക്കെയാണോ അവരെല്ലാം അവരെല്ലാവരും പ്രതികൾ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട.